നമസ്കാരം. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനും നേരെ കഴിഞ്ഞ വർഷം നടന്ന അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ട പ്രതികൾക്കെതിരെ അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കണമെന്ന് കാനഡയോട് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അദ്ദേഹം പറയുന്നത് കാനഡയിലെ ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് കനേഡിയൻ വിസ നൽകുന്ന നടപടിക്രമം താൽക്കാലികമായി എങ്കിൽ പോലും ഇന്ത്യക്ക് നിർത്തിവെക്കേണ്ടി വന്നത് എന്നാണ്. മാത്രമല്ല, കനേഡിയൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിലൊക്കെ വളരെ കുറച്ച് സഹകരണം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ തങ്ങളുടെ കോൺസുലേറ്റിൽ നടന്ന ആക്രമണത്തിലെ കുറ്റവാളികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ലണ്ടനിലെ ഞങ്ങളുടെ ഹൈക്കമ്മീഷനിലേക്ക് ഇരച്ചു കയറിയ ആളുകൾക്കെതിരെ ഞങ്ങൾ നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ നയതന്ത്രജ്ഞരെ ഭീഷണിപ്പെടുത്തിയ ആളുകൾക്കെതിരെ ഞങ്ങൾ നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ജയശങ്കർ TV9 നെറ്റ്വർക്ക് സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ സംസാരിക്കവേ വ്യക്തമാക്കിയത്. എന്തായാലും ഇത് കാനഡയ്ക്ക് നേർക്കുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയായി വേണം വിലയിരുത്താൻ. കഴിഞ്ഞ വർഷം മാർച്ച് 19 ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ചില ഖാലിസ്ഥാൻ അനുകൂലികൾ ചേർന്ന് ആക്രമിച്ചത്. ജൂലൈയിൽ സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് തീയിടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. സെപ്റ്റംബറിലാവട്ടെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വധിക്കുമെന്ന തരത്തിലുള്ള ഭീഷണികൾ വ്യാപകമായിരുന്നു. തങ്ങളുടെ കടമ നിർവഹിക്കുന്ന നയതന്ത്രജ്ഞരെ ഭീഷണിപ്പെടുത്തുക എന്നതല്ല അഭിപ്രായ സ്വാതന്ത്ര്യമെന്നും എംബസിയിലേക്കും കോൺസുലേറ്റുകളിലേക്കും പുകബോംബ് എറിയുന്നതും സൗഹൃദ രാജ്യത്തിനെതിരെ വിഘടനവാദം വാദിക്കുന്നതുമൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് എന്നുകൂടി എസ് ജയശങ്കർ എടുത്തു പറഞ്ഞിരുന്നു. എന്തായാലും ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ വിവാദപരമായ പരാമർശത്തെ തുടർന്നുകൊണ്ടാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.